ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് 10th-ലെയും 12th-ലെയും അതായത് CBSE ബോർഡ്സ് എക്സാമിനേഷൻ എഴുതിയ കുട്ടികളുടെയൊക്കെ റിസൾട്ട് വന്ന ദിവസമാണെന്ന്. അതിൽ കുറേ പേര് നല്ല ഹാപ്പി ആയിരിക്കും, ചിലവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത മാർക്കായിരിക്കും കിട്ടിയിട്ടുള്ളത്, ചിലവർക്ക് വിഷമം കാണും, അതായത് മിക്സ്ഡ് ഫീലിങ്സ് ആയിരിക്കും. അപ്പം എനിക്ക് തോന്നി കുട്ടികളായിട്ട് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ കൂടെ പറയാം. നമ്മൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് തലത്തിൽ ഒരു എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോമ്പറ്റീറ്റീവ് ലെവലാണ്. അതിൽ പഠിക്കുന്ന കുട്ടികൾ, പഠിക്കാത്ത കുട്ടികൾ, അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ പഠിക്കുന്നതും പഠിക്കാത്തതും അത് അങ്ങനെ ഒരു കാറ്റഗറി വരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഒന്ന് ചിന്തിച്ചു പോകും. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം ബോർഡ്സിൻ്റെ മാത്രം എടുക്കുകയല്ല, ബോർഡ് എക്സാമിൻ്റെ കുട്ടികളെ മാത്രം എടുക്കുകയല്ല, ഓരോ ക്ലാസ്സിൻ്റെയും, അതായത് ഫസ്റ്റ് ആവാം, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആവാം, തേർഡ് സ്റ്റാൻഡേർഡ് ആവാം, ഏത് സ്റ്റാൻഡേർഡ് എടുത്താലും അല്ലെങ്കിൽ കോളേജ് ലെവൽ എടുത്താലും അതിൽ പഠിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ തീരെ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ അങ്ങനെയൊന്നുമില്ല. അത് നമ്മളുടെ ഓരോ ഹാർഡ് വർക്കിൻ്റെ തലത്തിലായിരിക്കും നമ്മളെ ആ കാറ്റഗറിയിൽ നമ്മൾ വന്നു ചേരുന്നത്. അപ്പം നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഏത് കാറ്റഗറിയിൽ വരണം. ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മളുടെ ഒരു ഇഷ്ടം ആണ്. ഇപ്പം നമുക്ക് ക്ലാസ് 10th വരെ ഇത്ര സബ്ജക്ട്സ് പഠിച്ചാലേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അപ്പോൾ അത് നമുക്ക് നിർബന്ധമായി പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണം, നമ്മുടെ വീട്ടിൽ തന്നെ മക്കൾ നടക്കുകയാണെങ്കിൽ തന്നെ ചിലവർക്ക് ചിലയിടത്ത് പോകാൻ താല്പര്യമില്ല. ഇപ്പം അവരവരുടെ വർഷിപ്പിംഗ് പ്ലേസ്, അതായത് ചിലവർക്ക് അമ്പലത്തിൽ പോകണം, ചിലർക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ ചിലവർക്കത് താല്പര്യം ഇല്ലാതായിട്ട് വരും നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ കുട്ടികൾക്ക്. പക്ഷേ പേരൻസ് അല്ലെങ്കിൽ നമ്മൾ ഗ്രാൻഡ് പേരൻസ് നിർബന്ധിച്ച് നമ്മൾ കൊണ്ടുപോകും. അതായത് അവർക്കും അതിനെപ്പറ്റി അറിയണം, അല്ലേ? നിർബന്ധിച്ച് കൊണ്ടുപോയി. പക്ഷേ ഒരു പ്രായം എത്തുമ്പോഴത്തേക്കും അവർ പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ, നമ്മളത് മനസ്സിലാക്കും. പക്ഷേ കുട്ടികൾക്കും ഉണ്ട് ചില കാര്യങ്ങൾ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഒന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തുകൊണ്ടാണ്, ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ റീസൺസ് ആണ് വേണ്ടത്. നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് താല്പര്യം കുറവായിരിക്കും. പക്ഷെ കുറച്ച് കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കും. കൂടുതലായിട്ട് എന്തുകൊണ്ടാണ്, അവർക്ക് കാരണമാണ് വേണ്ടത്. അത് ഒരു വിധത്തിൽ നല്ലതാണ്, അല്ലേ? കാര്യം നമ്മൾ അവരുടെ പ്രായത്തിലായിരുന്നപ്പോഴും നമ്മളുടെ മനസ്സിലും ഇതേ കണക്കുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ ചില ചുറ്റുപാടിൽ അത് ചോദിക്കുന്നത് എങ്ങനെയാണ്, നമ്മളുടെ അകത്ത് തന്നെ നമ്മളത് ഇടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൻ്റെ ഓരോ തലത്തിൽ വരുമ്പോഴത്തേക്കും അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ പിന്നീടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷെ കുട്ടികളങ്ങനെയല്ല. കുട്ടികൾക്ക് അപ്പം തന്നെ വേണം, ഇല്ലെങ്കിൽ അവർ തിരിഞ്ഞു നോക്കില്ല. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം പഠനത്തിലായാലും കുട്ടികൾ താല്പര്യം വരുന്ന രീതിയിൽ ഓരോ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പഠന രീതി ഏത് രീതിയിൽ വേണമെന്ന് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ചില പേരൻസ് വിചാരിക്കും, ഞാൻ എങ്ങനെയാവും ഒരു മാറ്റം ചെയ്യുന്നത്? ചിലവർക്കത് ചില പേരൻസ് ഇപ്പോൾ മൂത്ത കുട്ടിയുണ്ടായി, രണ്ടാമത്തെ കുട്ടി വരുമ്പോഴത്തേക്ക് അത് ഒരുവിധം പഠിച്ചിട്ടെന്നല്ല, അതൊരു എക്സ്പീരിയൻസ് ആവും. പക്ഷേ ഫസ്റ്റ് പാരൻറ്റിങ് ആദ്യത്തെ കുട്ടിയിൽ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡൗട്ട്ഫുള്ളായിരിക്കും, ഇതെങ്ങനെയാണ്. അപ്പം ഇത് അങ്ങനെ ഡൗട്ട്ഫുള്ളാവുക ഒന്നും വേണ്ട.
നമുക്കറിയാം, നമ്മളും ഞാൻ പഠനത്തിനെ പറ്റിയാണ് പറയുന്നത്, നമ്മളും പഠിക്കുന്ന ഇതിലായപ്പോൾ നമുക്കും അറിയാം ചില സബ്ജക്ട്സ് ഒന്നും നമുക്ക് ഇഷ്ടമല്ല. പക്ഷേ വീട്ടിലത്തെ ഫോഴ്സ് അല്ലെങ്കിൽ പടി എന്നുള്ള രീതി, അല്ലെങ്കിൽ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ടീച്ചേഴ്സ് വഴക്ക് പറയാം. അന്നത്തെ കാലത്തൊക്കെ, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ, 20 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ അടിയാണ്. അടി ഇല്ലെങ്കിൽ ഇങ്ങനെ പിച്ചിയെടുക്കും. ഞങ്ങളുടെ സ്കൂളിലൊരു സാറുണ്ടായിരുന്നു, സാറ് ഇങ്ങനെ പിച്ചിയെടുക്കും. അത് 2-3 ദിവസം അവിടെ ഇങ്ങനെ കല്ലിച്ച് നല്ലൊരു നീല കളറ്, പിന്നെ അത് വേറെ ഒരു ബ്രൗൺ കളറായിട്ട് നിൽക്കും. പക്ഷേ ഇന്ന് അടിക്കാനോ അല്ലെങ്കിൽ പിച്ചാനോ ഒന്നും പറ്റത്തില്ല. നമുക്ക് സംസാരിക്കാനേ പറ്റത്തുള്ളൂ, വഴക്ക് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷേ കുട്ടികളെ വഴക്ക് പറയുന്നതിനേയും കാട്ടി അവർക്ക് കൂടുതൽ അവരുടെ രീതിയിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് താല്പര്യം കൂടും. സത്യം. കാര്യം ഞാൻ കണ്ടുവന്ന കുട്ടികളിൽ, എനിക്കും ഉണ്ട് 2 കുട്ടികൾ. എൻ്റെ വന്ന സ്റ്റുഡൻസിൻ്റെയിലും ഞാൻ കണ്ടിട്ടുള്ളത്, അവർക്ക് ചില സബ്ജക്ട്സ്, ചിലപ്പോൾ അത് മാത്സ് ആവാം, സയൻസ് ആവാം, സോഷ്യൽ ആവാം, ഇംഗ്ലീഷ് ആവാം, ഹിന്ദി ആവാം, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, അവർക്ക് ആദ്യം അതൊന്ന് കടന്നു കിട്ടാൻ ഭയങ്കര പാടാണ്. തല്ലി കൊല്ലുന്നതിനുള്ള ദേഷ്യം പിള്ളേർക്ക്. പക്ഷേ ചിലപ്പം നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടോപ്പിക്കാവാം, അല്ലെങ്കിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യും, എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോക്ക് അതെങ്ങനെ മനസ്സിലാകും എന്നുള്ള രീതിയിൽ നമുക്കും ഒരു അങ്കലാപ്പുണ്ട്. ഒന്നും പേടിക്കണ്ട, ആ സബ്ജക്റ്റ് എടുക്കുക, കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക, മോനെ ഇതിൻ്റെ നോട്ട്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എല്ലാം എടുത്തിട്ട് നമ്മൾ ഇത്തിരി സമയം കണ്ടെടുക്കുക, അതൊന്ന് വായിച്ചു നോക്കുക. അതിലും ആവുന്നില്ലെങ്കിൽ ഇന്ന് ഒത്തിരി യൂട്യൂബ് ചാനൽസ് ഉണ്ട്. പണ്ടൊക്കെ ലൈബ്രറി പോകണമായിരുന്നു, ഇപ്പോൾ ലൈബ്രറിയിലൊന്നും പോകണ്ട. ഏതെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ചാപ്റ്റർ വൈസായിട്ട് വരാം, അല്ലെങ്കിൽ ടോപ്പിക് വൈസായിട്ടാവാം, അതിൽ നോക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി. പക്ഷേ നമ്മളിതിൽ പ്രയത്നിക്കേണ്ടി വരും. നമ്മൾ കുറച്ച് പ്രയത്നിച്ചാൽ മതി, കുട്ടികൾക്ക് അത് ഒരു വല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു കറേജ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇച്ചിരി പഠിപ്പിച്ചു കൊടുക്കുക, എന്താ ഏതാ എങ്ങനെയാ. എന്നിട്ട് ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അകത്ത് ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക. ഒന്നും തരണം ചെയ്യാൻ പറ്റാത്ത, ഒന്നും സാധ്യമല്ലാത്ത ഒന്നുമില്ല ഇന്ന്. എന്തും തരണം ചെയ്യാം. പക്ഷേ കുട്ടിയുടെ ഒരു മാർക്ക് കുറയുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും വരിക, അവിടെ അടിച്ച് തല കുത്തി നിർത്തുന്ന രീതിയിലുള്ള വേണ്ട. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. ഇപ്പം മാർക്ക് കുറഞ്ഞതായിക്കോട്ടെ, അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതാവട്ടെ, അവിടെ നമ്മളുടെ ഒരു പ്രയത്നം കൂടെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ കുട്ടിയിൽ തന്നെ വരുന്ന മാറ്റങ്ങൾ കണ്ട് നമുക്ക് പ്രൗഡ് ഫീലിംഗ് നമുക്ക് തന്നെ വരും. അതുകൊണ്ട് ഇന്ന് റിസൾട്ട് കിട്ടിയ കുട്ടികളിൽ, അതായത് മാർക്ക് കുറഞ്ഞവരായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പം ഇത്രയല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഇതിനെക്കാട്ടി കൂടുതലാണല്ലോ പ്രതീക്ഷിച്ചത്, ഒന്നും വേവലാതിപ്പെടണ്ട. റീവാലുവേഷനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും ചില കുട്ടികൾക്ക് ഇത്ര പോലും കിട്ടുമെന്ന് വിചാരിച്ചു കാണില്ല. ആ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടിക്കാണും. ചിലവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലേ, ഇനി ഞാൻ മുന്നോട്ട് എങ്ങനെയായിരിക്കും. ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് കിട്ടിയിരിക്കുന്നത് അത് നിങ്ങളുടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് കരുതുക. അവിടുന്ന് ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളുടെ ലൈഫിൽ. ഇനിയുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പരീക്ഷകൾ എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു വഴിയായിട്ട് നിങ്ങൾ കാണുക. പിന്നെ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. പഠനമായാലും പഠനത്തിൽ ഞാൻ ഒന്നും ആവുന്നില്ലല്ലോ, ഒന്നും ബുദ്ധിമുട്ടണ്ട. ദൈവം ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഒരു ടാലൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളത് കണ്ടെടുത്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പക്ഷെ അത് നമ്മൾ തന്നെ നമ്മളെന്താന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് മാർക്സ് കിട്ടിയ എല്ലാ കുട്ടികൾക്കും ബിഗ് കൺഗ്രാജുലേഷൻ. ആൻഡ് ഇനിയുള്ള വർഷങ്ങളിൽ ഇല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങളുടെ അത് ഫസ്റ്റ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് കരുതിയാൽ മാത്രം മതി.
എല്ലാ വിജയവും ദൈവ അനുഗ്രഹവും എല്ലാം നിങ്ങൾക്കുണ്ടാവും. ആൻഡ് മനസ്സിനെ നല്ല രീതിയിൽ കറേജായിട്ട് ഇത് ഭരിക്കുക. എന്തു വന്നാലും നേരിടാം. പഠനമായാലും ഏത് സാഹചര്യമായാലും തരണം ചെയ്യാൻ പറ്റുന്നുള്ളൊരു മനസ്സ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട.